ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ രാവിലെ ഓഫീസിൽ ചെല്ലുന്നു. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് HR വിളിക്കുന്നു. കമ്പനി റീസ്ട്രക്ചർ നടക്കുകയാണ്. ചില ആളുകളുടെ ജോലി ഇന്ന് അവസാനിക്കും. ആ ലിസ്റ്റിൽ താങ്കളുടെ പേരുണ്ടെന്ന് കരുതും. എന്തായിരിക്കും അപ്പോൾ മനസ്സിൽ തോന്നുക? EMI, മക്കളുടെ പഠനം, കുടുംബത്തിലെ ചിലവ്, മറ്റ് ഉത്തരവാദിത്തങ്ങൾ. സുഹൃത്തുക്കളെ, ജോലി നഷ്ടപ്പെടുന്നത് വലിയ പ്രയാസം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ജോലി ഇല്ലാതായാലും അല്ലെങ്കിൽ ഒരു ദിവസം വിരമിച്ചാലും സാമ്പത്തികമായി തയ്യാറല്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ. കഴിഞ്ഞ 15-ലേറെ വർഷമായി ഞാൻ ആളുകളുമായി സംസാരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ സാമ്പത്തിക ജീവിത നിലവാരം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മിക്ക ആളുകളും പണം സമ്പാദിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പണം സേവ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, PF ഉണ്ട്, SIP ഉണ്ട്, FD ഉണ്ട്. പക്ഷേ അവരുടെ റിട്ടയർമെന്റ് ലൈഫിനെ തകർക്കാൻ കഴിയുന്ന ചില അപകടങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേയില്ല. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള 5 റിട്ടയർമെന്റ് റിസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് 60-ാം വയസ്സിൽ നടക്കുന്ന ഒരു സംഭവമല്ല. അത് ശമ്പളം നിൽക്കുന്ന സമയമാണ്. പക്ഷേ ജീവിതം നിൽക്കുന്ന സമയമല്ല. പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ശമ്പളം നിൽക്കും, പക്ഷേ ചെലവുകൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനേക്കാൾ റിട്ടയർമെന്റ് റിസ്ക് പ്ലാനിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്. ആദ്യത്തെ റിസ്കിനെ കുറിച്ച് പറയാം. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ മാസച്ചിലവ് 50,000 രൂപയാണെന്ന് കരുതൂ. ഒരു 15 വർഷത്തിന് ശേഷം അത് എത്രയായിരിക്കും? പലരും കരുതുന്നത് ചെറിയൊരു വർധനവേ ഉണ്ടാകൂ എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. സാധനങ്ങളുടെ വില കൂടുന്നു, മരുന്നിന്റെ വില കൂടുന്നു, വിദ്യാഭ്യാസത്തിന്റെ വില കൂടുന്നു, വൈദ്യുതി, ആരോഗ്യച്ചെലവ്, ഇങ്ങനെ എല്ലാത്തിന്റെയും വില കൂടുന്നു. ഇൻഫ്ലേഷൻ എന്നത് ശബ്ദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കള്ളനാണ്. അത് നിങ്ങളുടെ പണം മോഷ്ടിക്കില്ല, പക്ഷെ അതിന്റെ വില, അതിന്റെ മൂല്യത്തെ അത് മോഷ്ടിച്ചു കളയും. രണ്ടാമത്തെ റിസ്ക്, ഏറ്റവും വലിയ റിസ്ക്, ഹെൽത്ത് റിസ്ക്. ഒരു വലിയ അസുഖം വന്നാൽ പല കുടുംബങ്ങളും വലിയ നിലയിൽ ജീവിച്ചിരുന്നവരായിരിക്കും. പക്ഷേ ഒരു വലിയ അസുഖമാണ് അവരെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. പല കുടുംബങ്ങളിലെയും വർഷങ്ങളായുള്ള സേവിങ്സ് ഒരൊറ്റ മെഡിക്കൽ ബില്ലിൽ തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, തീർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രശ്നം രോഗമല്ല, സാമ്പത്തിക തയ്യാറെടുപ്പില്ലായ്മയാണ്. പലരും പറയും രോഗം വന്നതുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. പക്ഷേ രോഗമല്ല കാരണം, നമ്മൾ ഒന്നിനും സാമ്പത്തികമായി തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ്. രോഗത്തിനെതിരെ പ്രതിരോധിക്കാൻ, നമ്മളുടെ സേവിങ്സ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പലരും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് നഷ്ടമാണ് എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ അതൊരു എക്സ്പെൻസേ അല്ല, മറിച്ച് അതൊരു പ്രൊട്ടക്ഷനാണ്. നമ്മൾ അതുവരെ കരുതിയിരിക്കുന്ന നമ്മളുടെ പണം ഒന്നും ചോർത്തിക്കളയാതിരിക്കാൻ, നമ്മൾക്ക് നല്ല ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇതിനൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു മഴ വരുന്നതിന് മുന്നേ നമ്മൾ കുട വാങ്ങി കരുതാറുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇത്. മൂന്നാമത്തെ റിസ്ക്, ലോങ്ങവിറ്റി, അതായത് ദീർഘനാൾ ജീവിച്ചിരിക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലേ, ഒരുപാട് കാലം ജീവിക്കുക എന്ന് പറയുമ്പോൾ. പക്ഷേ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതും കൂടിയുണ്ട്. ഒരുപാട് കാലം ജീവിക്കുമ്പോൾ അത് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത്. പല ആളുകളും ദീർഘകാലം ജീവിച്ചിരിക്കും, 90 വയസ്സ്, 100 വയസ്സ്. പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ, പരാശ്രയമില്ലാതെ, ഒന്നിനും പറ്റാതെ, അങ്ങനെ ഒരു ജീവിതം വരുമ്പോഴോ അവരെ ശുശ്രൂഷിക്കാൻ വീട്ടുകാരടക്കം എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവരും കിടന്നിട്ട് എത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷേ ജീവിതമല്ലേ, അവിടെയുള്ള ചെലവുകളും ഈ ബുദ്ധിമുട്ടും എല്ലാം സഹിക്കണം. ഒരു ഹോം നേഴ്സിനെയോ മറ്റോ വച്ചിട്ട് അവരെ നോക്കാൻ നിർത്തിയാലോ മാസം നല്ലൊരു തുക അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ? ഇതിനെല്ലാം നമ്മൾ സാമ്പത്തികമായി തയ്യാറെടുക്കേണ്ടതില്ലേ? ഇതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ അത് വലിയൊരു വെല്ലുവിളിയായി മാറും. 60 വയസ്സിൽ വിരമിക്കുന്നയാൾ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ 30 വർഷം, നീണ്ട 30 വർഷം ഒരു ഇൻകവും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? അത്യാവശ്യ ചിലവുകൾ നടക്കണ്ടേ?
ഫുഡിനും മരുന്നിനുമുള്ള തുക കാണണ്ടേ? ആ 30 വർഷത്തേക്കുള്ള പദ്ധതി നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ? നാലാമത്തെ റിസ്ക് ഇൻകം റിസ്ക്. ഇന്ന് നമുക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഈ വരുമാനം നിലയ്ക്കുന്ന ദിവസം മുതൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ഇൻകം ഉണ്ടാവുക? അതിന് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെയാണ് ഓൾട്ടർനേറ്റീവ് പ്ലാനിംഗ് ഇൻകം അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ഇൻകം ആവശ്യമായി വരുന്നത്. അഞ്ചാമത്തെ റിസ്ക് ഫാമിലി റിസ്ക്. പല മാതാപിതാക്കൾ ഇപ്പോഴും പറയുന്നത് കേൾക്കാം, എന്നെ എന്റെ മക്കൾ നോക്കും. ഇത് പല മാതാപിതാക്കളുടെയും വിശ്വാസമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം സാധ്യമാണ്? മക്കൾക്ക് അവരുടെ ജീവിതമുണ്ട്, അവരുടേതായ റെസ്പോൺസിബിലിറ്റികളുണ്ട്. അവർക്കും കാണും EMI, ഹൗസിംഗ് ലോൺ, അങ്ങനെ പലതും. അവർ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തോ മറ്റൊരു സ്ഥലത്തോ മറ്റൊരു സാഹചര്യത്തിലോ ആയിരിക്കും. അവരെ ആശ്രയിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സ്വയമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഇൻകം സിസ്റ്റം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? ഇന്ന് നമ്മൾ 5 റിട്ടയർമെന്റ് റിസ്കിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഇൻഫ്ലേഷൻ, ലോങ്ങവിറ്റി, ഇൻകം റിസ്ക്, ഹെൽത്ത് റിസ്ക്, ഫാമിലി റിസ്ക്. ഈ 5 അപകടങ്ങളും മുൻകൂട്ടി കണ്ട് തയ്യാറെടുത്താൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട കാലമായി മാറില്ല. മറിച്ച് അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാമോ? ഇവിടെയുള്ള പലർക്കും അറിയില്ല നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു എന്ന് പോലും. താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ സ്വന്തം ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് യൂസ് ചെയ്യൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ എത്രയെന്ന് മനസ്സിലാക്കൂ. എവിടെയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്യാപ്പ് ഉള്ളതെന്നറിയണ്ടേ? ആ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തതിന് ശേഷം കമന്റ് ചെയ്യൂ ഡൺ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ റിട്ടയർമെന്റ് ഗ്യാപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കിച്ചു തരാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ പരിചയത്തിലുള്ളവർക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കാരണം റിട്ടയർമെന്റ് പ്ലാനിംഗ് വൈകാം, പക്ഷേ റിട്ടയർമെന്റ് റിസ്ക് അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ എല്ലാം കമന്റ് വായിക്കാൻ ഞാൻ റെഡിയായിരിക്കുന്നു.